ഏവർക്കും ടീച്ചർ അക്കാദമിയിലേക്ക് സ്വാഗതം. DLED മാർക്ക് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടെത്താം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. DLED പൂർത്തിയാക്കിയാൽ 4 സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ലഭിക്കുക. 1 മെയിൻ സർട്ടിഫിക്കറ്റ് കൂടാതെ 4 മാർക്ക് കാർഡുകൾ നമുക്ക് ലഭിക്കും. 4 സെമസ്റ്റർ മാർക്ക് കാർഡുകൾ കൃത്യമായിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അവ കൃത്യമായിട്ട് പരിശോധിക്കുക. നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിൽ ലഭിച്ച മാർക്ക് കാർഡിൽ കൃത്യമായി സബ്ജക്ട് കോഡ്, സബ്ജക്ട്, മാക്സിമം മാർക്ക്, അവാർഡഡ് മാർക്ക്, ഗ്രേഡ് ഇൻ വേർഡ്സ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഓരോ സെമസ്റ്ററിലും കിട്ടിയിരിക്കുന്ന മാർക്കാണ് അവിടെ അവാർഡ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഓരോ സബ്ജക്റ്റിനും പരമാവധി മാർക്ക് മാക്സിമം എന്ന കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് DLED മാർക്ക് പെർസെൻറ്റേജ് കണക്കാക്കുന്നത് എന്ന് നോക്കാം. ഓരോ സെമസ്റ്ററിലും നമുക്ക് ലഭിച്ച മാർക്ക് ലിസ്റ്റിനകത്ത് മാക്സിമം മാർക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഓരോ സെമസ്റ്ററിലെയും മാക്സിമം മാർക്ക് നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓരോ സെമസ്റ്ററിലെയും ആകെ മാർക്ക് കൂട്ടിയതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. 1ാം സെമസ്റ്ററിലെ ആകെ മാർക്ക്, 2ാം സെമസ്റ്ററിലെ ആകെ മാർക്ക്, 3ാം സെമസ്റ്ററിലെ ആകെ മാർക്ക്, 4ാം സെമസ്റ്ററിലെ ആകെ മാർക്ക് എന്നിങ്ങനെ കൃത്യമായിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും ആകെ മാർക്ക് സെയിം ആയിരിക്കും. അതിൽ യാതൊരുവിധ വ്യത്യാസം ഉണ്ടാവില്ല. ആകെ മാർക്ക് എന്ന് പറയുന്നത് 1600 ആണ്. 1600 എങ്ങനെ ലഭിച്ചു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓരോ സെമസ്റ്ററിലെയും മാർക്ക് കൂട്ടിയത് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് അവാർഡഡ് മാർക്ക് അഥവാ നമുക്ക് ലഭിച്ച മാർക്ക് എത്രയാണ് എന്നുള്ളതാണ്. നമുക്ക് ലഭിച്ച മാർക്ക് കാർഡിൽ മാക്സിമം മാർക്കിന് തൊട്ടടുത്ത് തന്നെയായി അവാർഡഡ് മാർക്കും കൊടുത്തിട്ടുണ്ട്. സ്ക്രീനകത്ത് സർക്കിളായിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് അവാർഡഡ് മാർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഇനി ഓരോ സെമസ്റ്ററിലും നമുക്ക് ലഭിച്ച മാർക്ക് കൂട്ടുകയാണ് ചെയ്യുന്നത്. ടെർമിനൽ ഇവാലുവേഷൻ മാർക്ക്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്ക്, ഇന്റേൺഷിപ്പ് ഇവാലുവേഷൻ മാർക്ക് എന്നിവ കൂട്ടിയാണ് ടോട്ടൽ മാർക്ക് നമ്മൾ കാണുന്നത്. 4 സെമസ്റ്ററിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതിനകത്ത് ടൂറിന്റെയും ക്യാമ്പിന്റെയും മാർക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടോട്ടൽ മാർക്ക് നമ്മൾ 1600 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ടൂറിന്റെയും ക്യാമ്പിന്റെയും മാർക്ക് ആഡ് ചെയ്യണം. ക്യാമ്പ്, ടൂർ എന്നിവയുടെ മാർക്ക് കൂട്ടാതെയാണ് നമ്മൾ ടോട്ടൽ മാർക്ക് കാണുന്നതെങ്കിൽ 1540 കൊണ്ടാണ് ഹരിക്കേണ്ടത്. ഇനി എനിക്ക് ലഭിച്ച മാർക്ക് നോക്കാം, അതായത് അവാർഡഡ് മാർക്ക് നോക്കാം. സെമസ്റ്റർ വൈസ് ആയിട്ട് കൃത്യമായിട്ട് സ്ക്രീനിൽ കൊടുക്കും. ഓരോ സെമസ്റ്ററിലെയും ആകെ മാർക്ക്, അവാർഡഡ് മാർക്ക് അതായത് എനിക്ക് ലഭിച്ച മാർക്ക് എന്നിവ കൃത്യമായിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി 4 സെമസ്റ്ററിലുമായി ആകെ എനിക്ക് ലഭിച്ച മാർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനായി ഓരോ സെമസ്റ്ററിലും എനിക്ക് കിട്ടിയ ആകെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോ സെമസ്റ്ററിലും എനിക്ക് കിട്ടിയ അവാർഡഡ് മാർക്ക് കൂട്ടിയതാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. 1ാം സെമസ്റ്ററിൽ 229, 2ാം സെമസ്റ്ററിൽ 343, 3ാം സെമസ്റ്ററിൽ 315, 4ാം സെമസ്റ്ററിൽ 352 ഇങ്ങനെയാണ് എനിക്ക് ആകെ 4 സെമസ്റ്ററിലുമായി ലഭിച്ച മാർക്ക്. 4 സെമസ്റ്ററിലെ മാർക്ക് പരസ്പരം കൂട്ടുകയാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. 4 സെമസ്റ്ററിലെ മാർക്കും ആകെ കൂട്ടുന്ന സമയത്ത് 1239 ആണ് ലഭിക്കുന്നത്. അതായത് ടെർമിനൽ ഇവാലുവേഷൻ മാർക്ക്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്ക്, ഇന്റേൺഷിപ്പ് ഇവാലുവേഷൻ മാർക്ക്, ടൂർ, ക്യാമ്പ് എന്നിവയുടെ എല്ലാ മാർക്ക് ചേർത്താണ് 1239 ലഭിക്കുന്നത്. ഇനി നമുക്ക് പെർസെൻറ്റേജ് എങ്ങനെയാണ് കണക്കാക്കുന്നത് നോക്കാം. അവാർഡഡ് മാർക്ക് അതായത് നമുക്ക് ലഭിച്ച മാർക്കിനെ ആകെ മാർക്ക് കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് 4 സെമസ്റ്ററുകളിലുമായി കിട്ടിയ ആകെ അവാർഡഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ 1239 ആണ്. എനിക്ക് ലഭിച്ച 1239 1600 കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഉത്തരം 77.43 ആണ്. അതായത് എൻ്റെ മാർക്ക് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 77.43 ആണ്. ഇതേപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് DLED പെർസെൻറ്റേജ് കണക്കാക്കാൻ പറ്റും. വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇതേപോലെ DLEDുമായി ബന്ധപ്പെട്ടതും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.